കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള അന്നദാന മഹായജ്ഞത്തിന് തുടക്കമായി. ഇന്നു മുതൽ മീനഭരണി വരെ ഇടമുറിയാതെ അന്നദാനം നടക്കും. ഉദ്ഘാടന സഭയിൽ ഭദ്രദീപ പ്രകാശനം രാജരാജ കുഞ്ഞുണ്ണിരാജ തിരുമനസ് നിർവഹിച്ചു. സേവാഭാരതി നേതൃത്വം നൽകുന്ന അന്നദാന യജ്ഞസമിതിയും ക്ഷേത്ര ഉപദേശക സമിതിയും സംയുക്തമായാണ് അന്നദാന മഹായജ്ഞം സംഘടിപ്പിക്കുന്നത്. ഗോപൂജയോടെയാണ് കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച അന്നദാന മഹായജ്ഞത്തിന്റെ ചടങ്ങുകൾ ആരംഭിച്ചത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ RSS സഹസേവാ പ്രമുഖ് എ ദാമോദരൻ സേവാ സന്ദേശം നൽകി. ഞാൻ എന്നതിനോടൊപ്പം സമൂഹം എന്ന് ചിന്തിക്കുകയും സമൂഹത്തിന് വേണ്ടി കൂടി അല്പം എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന മാതൃകകളായി മാറാൻ നമുക്ക് സാധിക്കണം. അന്നദാന യജ്ഞ സമിതി ചെയർമാൻ പ്രൊഫസർ പി നാരായണൻകുട്ടി മേനോൻ അധ്യക്ഷത വഹിച്ചു. ഇന്നു മുതൽ 31-ന് മീനഭരണി മഹോത്സവത്തിന് പരിസമാപ്തിയാകും വരെ തുടർച്ചയായി അന്നദാനം ഉണ്ടാകും. കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ഹൈന്ദവ സമൂഹത്തിന് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂരിലെ മുഴുവൻ ഹൈന്ദവ സമൂഹത്തെയും ഒന്നിച്ചണിനിരത്തിക്കൊണ്ട് അതിൽ രാഷ്ട്രീയ ഭേദമില്ല, ജാതി വ്യത്യാസങ്ങളില്ല, മറ്റു തരത്തിലുള്ള യാതൊരു വേർതിരിവുകളും ഇല്ലാതെ എല്ലാ സാമുദായിക സംഘടനകളെയും ഏതാണ്ട് 30 സാമുദായിക സംഘടനകളെയും ഏതാണ്ട് 25ഓളം സന്നദ്ധ സംഘടനകളെയും ഒരേ കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ടാണ് കഴിഞ്ഞ 17 വർഷക്കാലമായിട്ട് സേവാഭാരതി പ്രവർത്തനം നടത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മുഴുവൻ കേരളത്തിനും വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. 7000-ലധികം സന്നദ്ധ പ്രവർത്തകരാണ് അന്നദാന യജ്ഞത്തിന് സേവാഭാരതിയിലൂടെ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ അണിനിരക്കുന്നത്. ഇതിൽ ഭൂരിഭാഗം പേരും സ്ത്രീകളാണ്. കഴിഞ്ഞ ഒരു 16-17 വർഷമായി ഇപ്പോൾ സേവാഭാരതി എല്ലാവരും സ്വമേധയാ ഒരു മാസം മുമ്പേ മീനഭരണി വരുമ്പോഴേ തുടങ്ങും അവരുടെ ആ സമർപ്പണം. ഞാനിവിടെ വന്ന് സേവനം ചെയ്യും. ഒരു 15 ദിവസം മുമ്പേ വീടുകളിൽ അച്ചാറുണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ ആരൊക്കെയാണ് വരാൻ പോകുന്നത്, കൂടെ വരാനുള്ളവരെ കൂട്ടുക, ഇങ്ങനെ ഒരുപാട് സ്വയമേ സമർപ്പിതമായിട്ട് രാവിലെ കുളിച്ച് വ്രതത്തോടുകൂടി എന്ന പോലെ ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഒരു 4000-5000 അമ്മമാരുടെ സേവനമാണ് ഫ്രീ ആയിട്ട്. അവർ രാവിലെ വരും, ചിലപ്പോൾ ഉച്ചവരെ ഇരിക്കും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വരും. അവരുടെ വീട്ടിലെ കാര്യങ്ങളും നോക്കി കുട്ടികളടക്കം ആയിട്ട് വന്ന് അമ്മമാരിവിടെ സേവനം ചെയ്യാണ്. ഒരു 7000-ഓളം ടോട്ടൽ മാൻ പവർ ഇവിടെ വർക്കിൽ വരുന്നുണ്ട്. അതിൽ അമ്മമാരാണ് 4000 മുതൽ 5000 ആളുകൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. സേവാഭാരതി നേതൃത്വം നൽകുന്ന ഈ മഹായജ്ഞം സമൂഹത്തിനാകെ മാതൃകയാകുകയാണ്. നാടിന്റെ നാനാ തുറകളിൽ നിന്നുള്ള ഭക്തരാണ് ഇവിടെ അന്നദാനത്തിനായി സാധനങ്ങൾ എത്തിച്ചു നൽകുന്നത്. നമ്മൾ 2.5 ലക്ഷം പേർക്കാണ് 3 ദിവസങ്ങളായിട്ട് അന്നദാനം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഷിഫ്റ്റിൽ അത് ഒരു ദിവസം 3 ഷിഫ്റ്റാണ് നമ്മൾ എടുക്കുന്നതിന്. ഒരു ഷിഫ്റ്റിൽ 35 പേര് അടുക്കളയിൽ തന്നെയുണ്ട്. ഒരേ സമയം 11 അടുപ്പ് റെഡിയാവുന്നു. അതുകൂടാണ്ട് അതിനനുബന്ധമായ മറ്റ് കൂട്ടുകറി, സാമ്പാർ, മറ്റു കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു 8 മണിക്കൂർ ഷിഫ്റ്റാണ്. ആദ്യത്തെ ബാച്ച് കഴിഞ്ഞാൽ പിന്നത്തെ ബാച്ച് വരും. അങ്ങനെ രാത്രി 12 മണി വരെ അത് കഴുകുന്നതിനും മറ്റുള്ള പ്രവർത്തകർ നിരന്തരം വന്നുകൊണ്ടേയിരിക്കും. ഇനിയുള്ള 3 ദിവസം ഇടമുറിയാതെ ഭക്തർക്ക് അന്നമൊരുക്കുന്ന തിരക്കിലാണ് സേവാഭാരതി പ്രവർത്തകർ. വളരെ ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം ആവശ്യക്കാർക്ക് മുഴുവൻ കൊടുക്കാൻ ഈ സേവാഭാരതിയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഈ പറഞ്ഞ അന്നദാനത്തിന് കഴിയുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. മീനഭരണിയുമായിട്ട് ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂർ വെച്ച് നടക്കുന്ന ഈ 3 ദിവസത്തെ മുഴുവൻ കാര്യങ്ങൾക്കും ഭക്ഷണം പ്രദാനം ചെയ്യാൻ 24 മണിക്കൂറാണ്, ഒരു നേരത്തല്ല 24 മണിക്കൂർ നേരവും ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് സേവാഭാരതിൻ്റെയും അതോടൊപ്പം തന്നെ നടക്കുന്ന ഈ യജ്ഞവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെയും വലിയൊരു വിജയം തന്നെയാണ്. പക്ഷെ അതിനുവേണ്ടി നമുക്ക് കാണാം ഇവിടെ വന്ന് ഇരിക്കുന്ന ദ്രവ്യങ്ങൾ, ആളുകൾ ഒരുപാട് ദ്രവ്യങ്ങൾ പലപ്പോഴും കണ്ണൂർ ഭാഗത്തു നിന്ന് വരെ ദ്രവ്യങ്ങൾ ഇവിടെ നമുക്ക് ദാനം ചെയ്ത് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനത്തിന് ജനങ്ങളുടെ ഒരു സപ്പോർട്ട്, ഒരു സഹകരണം വളരെ നല്ല നിലയ്ക്ക് പോകുന്നുണ്ട്. ഇതെല്ലാ സ്ഥലത്തും എനിക്ക് തോന്നുന്നു പ്രാവർത്തികമാക്കാൻ കഴിയേണ്ടതാണ്. അന്നദാന കൗണ്ടറിനൊപ്പം ഇൻഫർമേഷൻ കൗണ്ടർ, ആയുർവേദ, അലോപ്പതി, ഹോമിയോ മെഡിക്കൽ ക്യാമ്പും വരുന്ന 3 ദിവസം പ്രവർത്തിക്കും. ക്യാമറാമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, കൊടുങ്ങല്ലൂർ.